പിണറായി വിജയൻ സംസാരിക്കുന്നു പാമ്പാടിയിൽ. അതിന്റെ തത്സമയ ദൃശ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലക്ക് നമ്മുടെ നാടിന്റെ പൊതുവായ കാര്യങ്ങൾ നീതിനിഷ്ഠമായി നടത്താൻ ബാധ്യതപ്പെട്ടയാളാണ്. എന്താണ് ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാട്? കെ എം മാണിയുമായി ബന്ധപ്പെട്ട് കോടതി ഒരു നിലപാടിലേക്ക് എത്തിയപ്പോൾ ഫലത്തിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാടെന്താ? ആ കോടതി നിലപാടിനെ തള്ളിക്കളയുന്നതാണല്ലോ. കോടതിയുടെ വിധിയെ വിലവെക്കാത്തതാണല്ലോ. ഉമ്മൻചാണ്ടിയുടെ നിലപാടിൽ നിന്നാണല്ലോ കെ എം മാണിക്ക് തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്. കോടതി പല അഭിപ്രായങ്ങളും പറയുമെന്നാണ് കെ എം മാണി പറയുന്നത്. അഭിപ്രായം എങ്ങനെയാ? വാദം കേൾക്കുന്ന സമയത്ത് കോടതി ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ആരും വിധിയായിട്ട് കണക്കാക്കില്ല. പക്ഷെ ഒരു കോടതിയുടെ മുന്നിൽ വന്ന കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ കോടതി എത്തിയാൽ അത് സാന്ദർഭികവശാലുള്ള ഒരു പരാമർശമല്ല. പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് ന്യായാന്യായതകൾ പരിശോധിച്ച് കോടതി എടുക്കുന്ന നിലപാടാണ്. അത് കോടതി വിധിയാണ്. ഇക്കാര്യത്തിൽ കോടതി വിധി വന്നു എന്ന നിലക്കല്ലേ ഉമ്മൻചാണ്ടി നടപടി എടുക്കേണ്ടത്, നടപടി സ്വീകരിക്കേണ്ടത്? കെ എം മാണിയുടെ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കെ എം മാണി നിരപരാധിയാണ് എന്ന സമീപനം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഗൗരവമായ പ്രശ്നമല്ലേ? ഇപ്പൊ കഴിഞ്ഞ വർഷം നവംബറിലാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഒരു വർഷമാകില്ലേ? കഴിഞ്ഞ വർഷം നവംബറിൽ തുടങ്ങിയ പ്രശ്നം ആരാ പ്രശ്നം കൊണ്ടുവരുന്നത്? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായ കെ എം മാണി അദ്ദേഹം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊടുത്തവരാണല്ലോ പരാതി ഉന്നയിക്കുന്നത്. കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലല്ലോ, പ്രത്യേകമായ ദുരുദ്ദേശത്തോടെയുമല്ലോ. കെ എം മാണിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചൊന്നുമല്ലോ. ഇപ്പൊ സാധാരണ നിലക്ക് ചെയ്യേണ്ടത് എന്താ? പരാതി വന്നാൽ അന്വേഷിക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഈ പരാതി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെ ആയതിനാൽ ഒരു നിലപാട് തന്നെ ബന്ധപ്പെട്ട മന്ത്രിക്ക് എടുക്കാവുന്നതാണ്. കാരണം അന്വേഷണം ആരംഭിക്കുമ്പോൾ മന്ത്രി മാറി നിൽക്കുക. അന്വേഷണം കഴിഞ്ഞ് വീഴ്ചയൊന്നുമില്ല എന്ന് കണ്ടാൽ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഈ വന്ന തെളിവുകളാകെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ഒരു കെട്ടുകെട്ടിയിരിക്കാൻ പറ്റൂ? അവരന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ, അവര് നിയതമായ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടേ
തങ്ങളുടെ മുന്നിൽ വന്ന തെളിവുകളുടെ പ്രവാഹം കണ്ടില്ലെന്ന് വെക്കാൻ അവർക്കാവില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒരു തെളിവുമില്ല എന്ന് റിപ്പോർട്ട് തരാൻ വേണ്ടി ഏൽപ്പിച്ച സംഘം ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയപ്പോൾ വന്ന തെളിവുകളുടെ എല്ലാം ഭാഗമായി ഞെട്ടിക്കൊണ്ട് രേഖപ്പെടുത്തി ഒട്ടേറെ തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഓരോന്നും എടുത്തു പറഞ്ഞു. അപ്പൊ ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം FIR ഇട്ടുകൊണ്ട് നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്താ അത്? ഇതെല്ലാം സംഭവിച്ചിട്ടും നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് സംഘമാണ് അന്വേഷിച്ചത്. അവർ കൃത്യമായി രേഖപ്പെടുത്തി, പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, FIR ഇട്ട് അന്വേഷിക്കണം. അത് ഞങ്ങളാരെങ്കിലും KM മാണിക്കെതിരെ പറഞ്ഞാൽ അത് വേണമെങ്കിൽ എത്ര വസ്തുതാപരമായി പറഞ്ഞാലും ആളുകൾക്ക് സംശയിക്കാം, അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതായിരിക്കും. നമ്മുടെ മാണിച്ചായൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞ, ഞങ്ങളാരും പറഞ്ഞ കാര്യം എല്ലാവരും ഇത് മാണിയുടെ തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് തരാവൂ എന്ന് സർക്കാരിന് ശാഠ്യമുണ്ടായിട്ടും വന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നൽകിയ റിപ്പോർട്ടാണല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ ആ മന്ത്രി സ്ഥാനത്തിരിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ അന്നത് പറഞ്ഞല്ലോ, ഈ മന്ത്രി സ്ഥാനത്തിരിക്കരുത്, വിശദമായ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി സ്ഥാനത്ത് ഉണ്ടാകരുത്. KM മാണി മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറല്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ ഇതിനേക്കാളെല്ലാം അപ്പുറം വന്നിട്ടും ഒഴിയാത്ത ഒരാള് എന്തിനു മാണി ഒഴിയണം എന്ന നിലപാടല്ലേ എടുക്കൂ? അപ്പൊ മാണിക്ക് കുശാലായി, മാണി അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നീക്കി. പഴയ വഴികൾ തന്നെ തുടരുന്നതിന് മാണിക്ക് വിഷമമില്ല. അന്വേഷണം പുരോഗമിച്ചു. അന്വേഷണം പുരോഗമിച്ചപ്പോ അന്വേഷണ ടീമിന്റെ നായകൻ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോ അദ്ദേഹത്തെ അങ്ങ് മാറ്റി. ഇന്നലെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റിയതിനെ ന്യായീകരിച്ചുകൊണ്ടല്ല, കൃത്യമായി അന്വേഷണം നടക്കുമ്പോഴാണ് മാറ്റിയത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സംസ്ഥാനത്തെ ADGP ആയിട്ടിരിക്കുന്നയാളാണ് അദ്ദേഹം. ഇക്കാര്യത്തിൽ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കോടതിയുടെ നിലപാടുകളിലൂടെ പുറത്തെത്തിയത്. വിൻസെന്റ് പോളിന്റെ തന്നെ പ്രതികരണങ്ങളിലൂടെ അടക്കം പുറത്തെത്തിയതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ണ് കെട്ടി അന്വേഷിക്കാനാകുമോ, അതാണോ പറയുന്നതെന്നും പിണറായി വിജയൻ ചോദിക്കുന്നു. പിണറായി വിജയന്റെ വാക്കുകൾ തത്സമയമാണ് നമ്മൾ കേട്ടത്.